നമസ്കാരം, ജാക്സൺ ചുങ്കത്തിയ. പലപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ആ പ്രശ്നം കണ്ടിട്ട് നിശബ്ദരായിരിക്കുന്ന ആളുകൾ ഒരു പ്രശ്നം ഉണ്ടാക്കുന്ന ആളുകളുടെ അതേ ദോഷം തന്നെയാണ് ചെയ്യാറുള്ളത്. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, ഞാൻ ജനപ്രതിനിധിയായിട്ട് തെരഞ്ഞെടുത്ത ആള് പെരുമാറ്റത്തിലോ അല്ലെങ്കിൽ ഈ പൊതു മീഡിയയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ചാനലിൽ വന്നോ മറ്റേൽ വന്നിട്ടൊന്നും എന്റെ MLA അല്ലെങ്കിൽ എന്റെ MP അല്ലെങ്കിൽ എന്റെ ഇതുപോലൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും പറയണമെന്നില്ല, വർഗീയത പറയുന്നില്ല, അല്ലെങ്കിൽ അഴിമതി കാണിക്കുന്നതായിട്ടുള്ള രേഖകളോ അല്ലെങ്കിൽ അതൊന്നും വരുന്നില്ല. ഇത്തരത്തിൽ നമുക്ക് പൊതുവിൽ തോന്നും നമ്മളുടെ ആ ജനപ്രതിനിധിയായിട്ട് നിൽക്കുന്ന ആൾ അതിലൊന്നും വലിയ കാര്യമായിട്ട് ഇടപെടുന്നില്ല, അയാൾ നല്ല മനുഷ്യനാണ്. പക്ഷെ മനസ്സിലാക്കേണ്ടത്, ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി അഴിമതികളോ അല്ലെങ്കിൽ ഈ പറയുന്ന വ്യക്തിഹത്യകളോ അല്ലെങ്കിൽ സ്ത്രീ പീഡനമോ അല്ലെങ്കിൽ കൊള്ളകളോ അല്ലെങ്കിൽ വർഗീയ പരാമർശങ്ങളോ നടത്തുമ്പോൾ നിശബ്ദരായിരിക്കുക എന്നുള്ളത് അതിന് വളം വെച്ചു കൊടുക്കുന്നതിന്റെ അതേ അവസ്ഥ തന്നെയാണ്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? നമ്മൾ വോട്ട് ചെയ്യുന്ന ആള് ഈ പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഈ വർഗീയത വളർത്താനും വംശീയത വളർത്താനും ഈ പറഞ്ഞ അഴിമതി വളർത്താനും സ്ത്രീ പീഡനം വളർത്താനും അക്രമങ്ങൾക്ക് വളർത്താനും ഒക്കെ ഇവര് തന്നെ ഇടയാവുന്നു എന്നുള്ളത് മനസ്സിലാക്കുക. നിശബ്ദത ഒരു പ്രശ്നം തന്നെയാണ്. താങ്ക് യു.